ഓം ശ്രീ ലളിതാംബികായേ നമോ നമ. സാമോദം പുരാണങ്ങൾ പലതും കേട്ട ശേഷം ധീമതാംബരനായ ജൈമിനി മുനിശ്രേഷ്ഠൻ ഗുരുനായകനായ വേദവ്യാസന്റെ പാദസരസീരുഹം വീണു വന്ദിച്ചു ചോദ്യം ചെയ്താൽ, അല്ലയോ ജഗൽ ഗുരു, നിന്തിരുവടിയല്ലാതില്ല വേണ്ടുമണ്ണ് ഉപദേശിപ്പാനാരു? കല്യാണം വളർത്തുന്ന സൽക്കഥ നന്നായി ഭവാൻ ചൊല്ലിക്കേൾക്കുക മൂലം എത്രയും കൃതാർത്ഥൻ ഞാൻ. ഒന്നു നിന്തിരുവടി തന്നോട് ചോദിക്കേണമെന്നേമ ഊന്നിക്കൊണ്ടു വാഴുന്നേൻ ബഹുനാളായി. ലോകങ്ങൾക്കാതിഭൂതയാകിയ ഭഗവതി, ശോകനാശിനി സച്ചിദാനന്ദരൂപിണി, ശരണാഗതന്മാരെ പരിപാലനം ചെയ്വാൻ നിതരാം ദുർഗാദേവി ദുഷ്കൃത വിനാശിനി. എപ്പോഴും ദേവി തൻ്റെ തൃപ്പാദാംബുജദന്ത ഉൾപ്പൂവിൽ വച്ചിരിക്കുണ്ടല്ലോ വിശ്വനാഥൻ. ശിവരൂപേണ ശോഭിക്കുന്നതും സരോരുഗഭവ മുഖ്യർക്കും കൂടി ദുർഭരനെന്നായതും ദുർലഭനെന്നായതും അതുലം തന്മാഹാത്മ്യ സംക്ഷേപിച്ചോതിയിലെയോ മതിയിൽ തൃപ്തി വന്നില്ല. അതുകൊണ്ടൽപ്പവുമേ കരുണാവാരാതിഥേ വിസ്തരിച്ചായതിപ്പോൾ അരുളി ചെയ്യണമേ ഭഗവൻ നമോസ്തുതേ. ദുർലഭം നരജന്മമായത് സിദ്ധിച്ചിട്ടും കല്യാണപ്രദയാകും ശ്രീ മഹാദേവി തൻ്റെ മാഹാത്മ്യം ശ്രവിക്കുവാൻ കൂട്ടാക്കാത്തവൻ നിസ്സന്ദേഹം തന്നുടെ ജന്മം പാഴാക്കുന്നവൻ തന്നെ. ദേവി ഇത്തരം മുര ചെയ്ത ശിഷ്യനെ പ്രശംസിച്ചിട്ട് ഉത്തരം സത്യവതി പുത്രനിങ്ങനെ ചൊന്ന, നന്നായി വത്സ, നിന്റെ ഈ ചോദ്യം ഏറ്റവും സന്ദേഹമില്ല. ഭക്തൻ, ബുദ്ധിമാൻ, ജ്ഞാനവാൻ നീ. ചേതസിൽ ഭക്ത്യാ ദേവി മഹാത്മ്യം കേട്ടാൽ മഹാപാതകി പോലും മുക്തനാകുമില്ല അതിൽ വാദം. ഹരേ രാമ ഹരേ രാമ.